ശിവനും രാജീവനും സംസാരിച്ച് ഇരുന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ബബിത വന്ന് ചോദിക്കുന്നുണ്ട്, അങ്കിൾ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്താ, എനിക്ക് ഇന്ന് വീട്ടിൽ പോകണമെന്ന് പറയുന്നുണ്ട്. അതെന്താ ഇത്ര പെട്ടെന്ന്? അല്ല, എനിക്ക് ഇന്ന് എന്തായാലും പോകണം, എപ്പോഴായാലും പോയല്ലേ പറ്റൂ. അത് എത്ര പെട്ടെന്ന് തീരുമാനം എടുത്താൽ? അത് പിന്നെ എനിക്ക് എന്തായാലും പോകണം. റോഹിയോട് പറഞ്ഞു? റോഹി ചേട്ടനോട് പറഞ്ഞില്ല. പിന്നെ എനിക്ക് എൻ്റെ കാര്യം അറിയത്തുള്ളൂ. എന്തായാലും നന്നായി എന്ന് പറഞ്ഞിട്ട് ബബിത സ്റ്റെയർ കയറി പോകുന്നുണ്ട്. അതെന്തായാലും നന്നായി ശിവേട്ട, അവൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്നൊക്കെ പറയുന്നുണ്ട്. ശിവേട്ടൻ കൊണ്ടുവിടുമ്പോൾ ഞാൻ കൂടെ വരാം. നീ എന്തായാലും വരണം, നീ ഇല്ലാതെ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ബബിത മുകളിലേക്ക് പോകുമ്പോഴേക്കും ഹരി അവിടെ നിന്നിട്ടുണ്ടാവും. നീ രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചോ ഇവിടെ നിന്ന് പോയാൽ? നീ രക്ഷപ്പെട്ടില്ലടി. ഞാൻ ബാക്ക് സ്പേസിൽ ബാക്കപ്പിൽ സേവ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. എൻ്റെ സിമ്മൊന്ന് ആക്റ്റീവ് ആയാലും എല്ലാം തിരികെ വരുമെന്നൊക്കെ പറയുന്നുണ്ട്. നീ എൻ്റെ മുന്നിലൊന്ന് മുട്ടുകുത്തുന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ പട്ടി വന്ന് മുട്ടുകുത്തുന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ 1,50,000 രൂപയുടെ ഫോണാണ് നീ ചതച്ച് കളഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ എനിക്ക് നിന്നെ ശരിയാക്കാൻ അറിയാഞ്ഞിട്ടൊന്നുമല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അവ പറയുന്നുണ്ട്, എൻ്റെ വീഡിയോ അങ്ങനെ ഷെയർ ചെയ്തത് ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പോലീസിലായിട്ട് കത്തെഴുതി വെച്ച് ഇവിടെ വന്ന് നിന്നെ ഞാൻ കത്തിക്കുന്നൊക്കെ പറയുന്നുണ്ട് ബബിത. പിന്നെ അത് കഴിഞ്ഞ് ബബിത റൂമിലേക്ക് പോകുന്നുണ്ട്. തുണിയൊക്കെ മടക്കി വയ്ക്കുമ്പോൾ റോഹി വരുന്നുണ്ട്. നീ എന്താ ഇത്ര പെട്ടെന്ന് തീരുമാനിച്ച് അവിടെ പോകുന്നത്? എന്തായാലും ശിവനങ്കിൾ പറഞ്ഞതല്ലേ, ശിവനങ്കിളല്ലേ നമ്മളിവിടെ കൂട്ടിക്കൊണ്ടുവന്നത്, ശിവനങ്കിൾ തന്നെ പറഞ്ഞു നമ്മൾ പോകണമെന്ന്. അപ്പോൾ എന്തായാലും പോകാമെന്ന് വിചാരിച്ചു. എനിക്കിവിടെ പറ്റുന്നില്ല. അതെന്താന്ന്, എനിക്ക് ഇത്ര കാലം ഒന്നും പ്രശ്നമുണ്ടല്ലോ. അല്ല, എനിക്കിപ്പം നമ്മളെ വീടല്ലല്ലോ ഇത്. എന്തായാലും ഞാൻ പോകാം. അപ്പം ഞാൻ കൂടെ വേണ്ട, റോഹിയേട്ടൻ വരുന്നുണ്ടെങ്കിൽ വന്നാൽ മതി. റോഹിയേട്ടൻ ഇവിടെ നിന്നോ, ഞാൻ പോയിക്കോളാം. അതിന് പ്രശ്നമൊന്നുമില്ലല്ലോ, നമ്മൾ തറവാടല്ലേ, എന്തായാലും നമ്മൾ ഒരുമിച്ചിട്ടല്ലേ. അപ്പം നീ മാത്രം അവിടെ പോകുമ്പം അവരെല്ലാവരും കൂടി ഒറ്റക്കെട്ടാണ്, നീ മാത്രം അവിടെ ഒറ്റയ്ക്കാവും. അപ്പം ഞാനും കൂടെ വരാം. പിന്നെ നിന്നെ മാത്രം ഒറ്റയ്ക്ക് വിട്ടിട്ട് അമ്മ എന്നെ വഴക്ക് പറയുമെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ എന്തായാലും വരാട്ടോ എന്ന് പറഞ്ഞിട്ട് റോഹി പോകുന്നുണ്ട്. ബബിത ട്രോളി എടുത്ത് പോകുമ്പോൾ അവിടെ ഹരി വരുന്നുണ്ട്. ഹരി എന്നിട്ട് എന്തെല്ലോ പറയുന്നുണ്ട്. നിൻ്റെ ഫോണ് എനിക്ക് എടുക്കാൻ അറിയാഞ്ഞിട്ടില്ല പറയുന്നുണ്ട്. അപ്പോൾ ബബിത വേഗം ഫോൺ കാട്ടി, നീ എടുത്തിട്ട് എന്തും ചെയ്തോ എന്ന് പറയുന്നുണ്ട്. പിന്നെ അങ്ങനെ കുറച്ച് സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് താഴേക്ക് റോഹിയും ബബിതയും വരുന്നുണ്ട്. എന്നിട്ട് കമല പറയുന്നുണ്ട്, ഇവിടെ വെറുതെ വിട്ടിട്ട് വന്നാൽ പോരാ, അവനോട് 2 വർത്തമാനം കൂടെ പറയണം എന്ന് പറയുന്നുണ്ട്. എന്ത് വർത്തമാനം എന്ന് അതും കൂടെ പറഞ്ഞതാ കമല അടുത്തെന്നൊക്കെ രാജീവൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളെക്കൊണ്ടൊന്നും പറ്റില്ല എന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ പറഞ്ഞതാന്നൊക്കെ പറയുന്നുണ്ട്. എന്തിനാ കമലടുത്ത് ഇങ്ങനെ അവനെ ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കണേ, നമുക്കതിൻ്റെ ആവശ്യമൊന്നുമില്ലെന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് കടപ്പാട്ടൂരാണ് കാണിക്കുന്നത്. അവിടെ ബാലേന്ദ്രനും കൃഷ്ണമോളും പോയി ഹോസ്പിറ്റലിൽ പോകാനിറങ്ങി. അത് കഴിഞ്ഞ് പിന്നെ മനു അലീനയെ വിളിക്കുന്നതാണ്. അപ്പോൾ അലീന ഓരോന്ന് സംസാരിക്കുന്നത്, എന്തായിരുന്നു പ്രോഗ്രാം എന്നൊക്കെ പറയുമ്പോൾ ഓരോ പച്ചക്കറി എടുത്തിട്ടാണ് പറയുന്നത്. ഇന്ന് എനിക്ക് ഉദ്ഘാടനം ഉണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് സംസാരിക്കുന്നുണ്ട്. മനോടം എവിടെയാണോ വരുന്നത്? ഞാൻ അങ്ങോട്ടേക്ക്, എന്താ അവിടെ വരാൻ പാടില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അല്ല, ഇവിടെ വരുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കഴിച്ചിട്ട് വരണേ, ഇവിടെ ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട്. പറഞ്ഞു, അവിടെ പട്ടിണി ആയിരിക്കുമല്ലേ എല്ലാവരും എന്നൊക്കെ പറയുന്നുണ്ട്. വരുന്നുണ്ടെങ്കിലേ അവിടുന്ന് ഫിഷ് മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് നല്ല ഫിഷ് വാങ്ങിക്കൊണ്ട് വരണേ. അപ്പോൾ മനു പറയണ്ടേ, അയ്യോടി നിൻ്റെ കെട്ടിയവനൊന്നും അല്ല ഞാൻ ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടി, അത് കേൾക്കാൻ നല്ല രസമുണ്ട്. അത് അവിടെ നിന്ന് എല്ലാവരും ഒരു ചിരിക്കാണ്ട് പോകത്തില്ല, അത്രയും നല്ല സംസാരമായിരുന്നു മനുവും അലീനയും തമ്മിലുള്ളത്. അവരങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് വിളിച്ചതെന്നൊക്കെ പറയും അലീനയോട്. അത് കഴിഞ്ഞ് കൃഷ്ണ മോളും അമ്മയും കൂടി സംസാരിക്കുന്നതാണ്. നീ എന്താ ശിവനങ്കിളുടെ വീട്ടിൽ പോകാത്തത്? എനിക്കും ബുദ്ധിയുണ്ട്, ആ ബുദ്ധിയുള്ളതുകൊണ്ട് ഞാൻ അവിടെ പോയിട്ടില്ല. അപ്പം റോഹിയും ബബിതയും പോയല്ലോ, അവർക്ക് ബുദ്ധിയില്ല, അവർക്ക് എന്നെപ്പോലെ ആലോചിക്കാനുള്ള ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. നീ മാത്രം തലതിരിഞ്ഞ് പോയതെന്നൊക്കെ പറയുന്നുണ്ട്. അത് പറഞ്ഞ് ഞാൻ മാത്രം നന്നായി നമ്മ വിചാരിക്കുന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അലീനയുടെ കൂടെ നടന്ന് നീയും പോവുകയുള്ളൂ എന്നൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട് അലീനയെക്കുറിച്ച്. അപ്പോൾ കൃഷ്ണമ്മൾ പറയുന്നുണ്ട്, അലീന ചേച്ചിയുടെ കൂടെ ഇരുന്ന മൂർക്കമ്പാവ് വരെ വിഷമില്ലാതായി പോകും, അത്രയും നല്ലതാണെന്നൊക്കെ പറയുന്നുണ്ട് അലീനയെ കുറിച്ചിട്ട്. നീ ഇവിടെ നിൽക്കണ്ട, നീ ഇവിടുന്ന് എന്നൊക്കെ പറയുന്നുണ്ട്. അവിടുന്ന് എപ്പിസോഡ്